മുണ്ടക്കൈ ചൂരൽമല ദുരന്തം പിന്നിട്ടിട്ട് 2 വർഷം പൂർത്തിയാകുമ്പോൾ ഉരുൾ ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ പുത്തുമലയിലെ ഹൃദയഭൂമിയിൽ നിന്ന് സർവ്വമത പ്രാർത്ഥനയും പുഷ്പാർച്ചനയും നടക്കും. രാവിലെ ചൂരൽമല ബെയിലി പാലത്തിന് സമീപത്തും അനുസ്മരണ പരിപാടി നടക്കും. ചൂരൽമലയിൽ നിന്ന് എം കമലും അതിജീവിതർക്ക് പ്രതീക്ഷ നൽകുന്ന കൽപ്പറ്റയിലെ ടൗൺഷിപ്പിൽ നിന്ന് അരുൺ അമൃതനാഥും നമുക്കൊപ്പം ചേരുന്നുണ്ട്. ആദ്യം കമലിലേക്ക്. കമൽ, ഇന്ന് വലിയ അനുസ്മരണ ചടങ്ങുകളൊക്കെ സംഘടിപ്പിക്കുന്നല്ലോ. ഈ അനുസ്മരണത്തിൻ്റെയും സ്വഭാവം ദുഃഖത്തിൽ നിറഞ്ഞത് തന്നെയാവും. എന്താണ് വിവരങ്ങൾ? എപ്പോഴാണ് ആ ചടങ്ങ്? മോത്തി, ഗുഡ് മോർണിംഗ്. ഞാനിപ്പോഴുള്ളത് ബെയിലി പാലത്തിനടുത്ത പുന്നപ്പുഴയുടെ കരയിലാണ്. മറുകരയിലാണ് തകർന്ന വെള്ളാർമല സ്കൂളുള്ളത്. ഈ സ്കൂളിലെ അന്നത്തെ അധ്യാപകരും വിദ്യാർത്ഥികളൊക്കെ രാവിലെ ബെയിലി പാലത്തിലേക്ക് എത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അവരൊക്കെ എത്തുന്നതേയുള്ളൂ. കാലാവസ്ഥ ഇന്ന് ഓറഞ്ച് അലർട്ടൊക്കെയായി മഴയൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാവരും എത്തുന്നതേയുള്ളൂ. ഹൃദയഭൂമിയിലെ പ്രാർത്ഥന 9 മണിക്കാണ്. 3 മന്ത്രിമാരുൾപ്പെടെ ആ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. അവിടേക്ക് ഈ ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ ബന്ധുക്കളൊക്കെ ഹൃദയഭൂമിയിലേക്ക് 9 മണിയോടെ എത്തും. പ്രത്യേക ബസ് സർവീസൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട് ജില്ലാ ഭരണകൂടം. എല്ലാവർക്കും എത്താൻ ടൗൺഷിപ്പിലും മറ്റ് സ്ഥലങ്ങളിൽ വാടകയ്ക്കുമൊക്കെയാണ് ഈ ബന്ധുക്കളൊക്കെ താമസിക്കുന്നത്, അതിജീവിതരൊക്കെ താമസിക്കുന്നത്. അവരൊക്കെ ഹൃദയഭൂമിയിലേക്കാണ് എത്തുക. രാവിലെ ഈ വെള്ളാർമല സ്കൂളിലെ അധ്യാപകരാണ് ഈ ചൂരൽമലയിലേക്ക് എത്തുന്നത്. 7:30 അവരൊക്കെ എത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും മോത്തി പറഞ്ഞതുപോലെ ഇവിടെ നിൽക്കുമ്പോൾ അന്നത്തെ ഓർമ്മകളാണ്. എത്ര നമ്മൾ അതിനെ അതിജീവിച്ചു അല്ലെങ്കിൽ ആ ദിവസങ്ങളെ മറക്കാൻ ശ്രമിച്ചാലും അന്നത്തെ ഓർമ്മകൾ നമ്മളെ വിട്ടുപോകില്ല. കാരണം അന്ന് പുലർച്ചെ ഒരു 3 മണിയോടെയാണ് ഞാൻ ഈ ചൂരൽമല ടൗണിലെത്തുന്നത്. തകർന്ന ചൂരൽമല ടൗണിൽ ഏതാണ്ട് മുട്ടിന് മുകളിലേക്ക് ചെളിയായിരുന്നു റോട്ടിലൊക്കെ. ഇവിടെ മുഴുവൻ ആളുകൾ കുടുങ്ങി കിടക്കുകയായിരുന്നു, മണ്ണിനുള്ളിലും പാറയ്ക്കുള്ളിലും എല്ലാം. ആ ഘട്ടത്തിൽ നിന്ന് മാറ്റങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. പുഴയുടെ നവീകരണം ഏതാണ്ട് പാതി വഴിയിലാണ്. വെള്ളാർമല ഹൈസ്കൂൾ ഇപ്പോൾ മേപ്പാടി ഹൈസ്കൂളിനോട് ചേർന്ന മേപ്പാടി ടൗണിലാണ് പ്രവർത്തിക്കുന്നത്. പാലത്തിന് ഇക്കരെ കാര്യമായ ജനജീവിതം ഇപ്പോഴും ഇല്ല. തോട്ടം തൊഴിലാളികളൊക്കെ പോകുന്നുണ്ട് എന്നുള്ളതല്ലാതെ ആരും താമസിക്കുന്നില്ല. ചൂരൽമല ടൗണിന് അപ്പുറത്തേക്ക് ജനവാസമുണ്ട്. പക്ഷേ അവരും പല തരത്തിലുള്ള പ്രതിസന്ധികളിലാണ്. എന്തായാലും 2 ആണ്ട് പിന്നിടുമ്പോഴും ആ ഓർമ്മകൾ അങ്ങനെ തളം കെട്ടി നിൽക്കുകയാണ് ചൂരൽമലയിൽ. മോത്തി, ഈ ഓർമ്മകൾ തളം കെട്ടി നിൽക്കുമ്പോൾ കമലിനും പറയാൻ ഒരുപാട് ഓർമ്മകളുള്ള ദിവസമാണ്. ഇതിനു മുൻപ് നമ്മൾ പ്രേക്ഷകരുമായി പങ്കുവച്ച റിപ്പോർട്ടിലുണ്ട് 29 പിറന്നാൾ ദിനമാണ്. പക്ഷേ അന്ന് ഒരിക്കലും ഈ ദുരന്തത്തിന്റെ പേരിൽ ഓർക്കാൻ ഇനി ഒരിക്കലും താല്പര്യപ്പെടുന്നില്ല എന്ന് പറഞ്ഞില്ലേ? അന്ന് മുഴുവൻ സമയവും റിപ്പോർട്ടിങ്ങിൽ ഉണ്ടായിരുന്ന ഒരാളാണ് കമൽ. മനസ്സിൽ തട്ടിയ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവില്ലേ? അതുകൂടി നമുക്ക് പ്രേക്ഷകരുമായി ഒന്ന് പങ്കുവയ്ക്കാം. മോത്തി, 29-ന് കനത്ത മഴയായിരുന്നു വയനാട്ടിൽ. 2024 ജൂലൈ 29-ന് ആദ്യം ഞാൻ പോയത് അന്ന് ബാണാസുര സാഗർ ഡാമിന്റെ ഷട്ടർ തുറക്കുന്ന ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോഴാണ് മുണ്ടക്കൈയിൽ കനത്ത മഴയാണ് എന്ന് പറഞ്ഞ് ഉച്ചയ്ക്ക് ശേഷം മുണ്ടക്കൈയിലേക്ക് വരുന്നത്. അന്ന് പുഞ്ചിരിമട്ടത്തെ ഒരു കോൺക്രീറ്റ് പാലത്തിൽ നിന്നായിരുന്നു നമ്മൾ ലൈവും ഒക്കെ നൽകിയത്. അന്ന് നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന രാമസ്വാമി ആ പാലത്തിനപ്പുറത്തെ ഏലത്തോട്ടത്തിലായിരുന്നു രാമസ്വാമി. താമസം മാറിയിരുന്നു താഴെ മകന്റെ വീട്ടിലേക്ക്. റേഷൻ കാർഡോ മറ്റു രേഖകളൊക്കെ എടുക്കാൻ വീണ്ടും വീട്ടിൽ പോയി തിരിച്ചു വരുമ്പോഴാണ് ഞാനുമായി സംസാരിച്ചത്. പാലത്തിൽ നിന്ന് അദ്ദേഹം പറഞ്ഞു, ഇനിയും രാവിലെ ചെറിയ രീതിയിൽ പൊട്ടിയിരുന്നു, പാലത്തിന് മുകളിലൊക്കെ വെള്ളമൊഴുകി, ഇപ്പോൾ വെള്ളം കുറഞ്ഞതാണ്, ഇനിയും പൊട്ടാനുണ്ട് എന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ നമ്മൾ ഇന്നും കേൾപ്പിച്ചിരുന്നു. ആ വാക്കുകൾ അറം പറ്റിയതുപോലെയായി. രാത്രി 2 തവണ ഉരുൾപൊട്ടി. ആ രാമസ്വാമിയുടെ മുകളിലെ വീട്, അദ്ദേഹം ഒഴിഞ്ഞു പോന്ന വീട് സുരക്ഷിതമായി അവിടെ തന്നെ ഉണ്ട്. പക്ഷേ അദ്ദേഹം മകന്റെ വീട്ടിലേക്ക് താമസം മാറി. ആ വീട് അങ്ങനെ ഉരുൾപൊട്ടലിൽ ഒഴുകിപ്പോയി. അദ്ദേഹത്തിനെയും മകനെയും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതുതന്നെയാണ് എന്നെ സംബന്ധിച്ച ഇവിടുത്തെ ഏറ്റവും സങ്കടകരമായ ഒരു ഓർമ്മ. കാരണം തലേന്ന് സംസാരിച്ച ഒരാൾ പിറ്റേന്നില്ല, അദ്ദേഹത്തെ ഇനിയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അതുപോലെ തലേന്ന് ഈ ചൂരൽമല ടൗണിൽ നിന്ന് വൈകിട്ട് ഒരു 4:30-5 മണിക്ക് ചായ കുടിച്ച് പരിചയക്കാരോടൊക്കെ സംസാരിച്ച് മടങ്ങിയതാണ്. ആ ഓർമ്മകൾ പിറ്റേന്ന് വരുമ്പോൾ ആ ടൗണ് തന്നെ ഇല്ല, കണ്ട കാഴ്ചകളൊന്നുമല്ല. പ്രദേശം മുഴുവൻ മണ്ണും ചെളിയും പാറക്കല്ലും വലിയ തടിക്കഷ്ണങ്ങളും മാത്രമാണ് പിറ്റേന്ന് പുലർച്ചെ വരുമ്പോൾ കാണാനുണ്ടായത്. പരിചയമുള്ള പലരും മറഞ്ഞു പോയിരിക്കുന്നു. ഒരുപാട് ആളുകൾ 298 പേരാണ് ദുരന്തത്തിൽ മരിച്ചതായി ഔദ്യോഗികമായി പറയുന്നത്. അതിൽ
ഒരുപാട് പരിചയമുള്ള മുഖങ്ങളുണ്ട്. അങ്ങനെ പിന്നീട് ഒരിക്കലും ചൂരൽമല മുണ്ടക്കൈ ഭാഗത്തേക്ക് വരുമ്പോൾ ആ പഴയ ഒരു അവസ്ഥയല്ല, ആ ഒരു ദുഃഖം തളം കെട്ടി നിൽക്കുന്ന, ഓർമ്മകൾ തളം കെട്ടി നിൽക്കുന്ന ഒരു അവസ്ഥ മാത്രമാണ് വീണ്ടും ഇങ്ങോട്ട് വരുമ്പോഴുള്ളത്. മോത്തി.